തമിഴ്നാട്ടിൽ വിജയിയുടെ നേതൃത്വത്തിലുള്ള TVK മന്ത്രിസഭയുടെ ഭാഗമായി മുസ്ലിം ലീഗും VCKയും ലീഗ് മന്ത്രിയായി പാപനാശം MLA AM ഷാജഹാനും VCK മന്ത്രിയായി തിണ്ടിവനം MLA ബണ്ണി അരശും സത്യപ്രതിജ്ഞ ചെയ്തു. ബണ്ണി അരശ് കൂടി മന്ത്രിസഭയിലെത്തിയതോടെ TVK സർക്കാർ ദളിത് മന്ത്രിമാരുടെ എണ്ണത്തിൽ കൂടി ചരിത്രം കുറിച്ചു. അതേസമയം സർക്കാരിന്റെ ഭാഗമായ ലീഗിന്റെയും VCKയുടെയും നടപടിയെ വിമർശിച്ച് DMK നേതാക്കൾ രംഗത്ത് വന്നത് ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് തുടക്കം കുറിച്ചു. എന്നാൽ എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും സ്വതന്ത്രമായ നിലപാടെടുക്കാൻ അധികാരമുണ്ട് എന്നായിരുന്നു വിഷയത്തിൽ MK സ്റ്റാലിന്റെ പ്രതികരണം. അതേസമയം തങ്ങളുടെ മുൻ നിലപാട് മയപ്പെടുത്തി AIDMK വിമതപക്ഷവും ഇന്ന് രംഗത്തെത്തി. വിജയിയുടെ മന്ത്രിസഭാ വിപുലീകരണം പൂർത്തിയായതോടെയാണ് പാർട്ടിയിലേക്കുള്ള മടക്കത്തിന്റെ സൂചനകൾ നൽകിക്കൊണ്ട് വിമത നേതാവ് SP വേലുമണി പ്രതികരിച്ചത്. മന്ത്രിസഭാ വിപുലീകരണം കഴിഞ്ഞതോടെ തമിഴ്നാട് രാഷ്ട്രീയം വീണ്ടും കലങ്ങി മറിയുകയാണോ? മന്ത്രിസ്ഥാനം ലഭിക്കാത്തതോടെ TVKക്ക് നൽകിയ പിന്തുണ പിൻവലിച്ച് പാർട്ടിയിലേക്ക് മടങ്ങാനാണോ AIDMK വിമതപക്ഷത്തിന്റെ നീക്കം? കാണാം RDX റാപ്പ്. ഇന്ന് ലോക്ഭവനിൽ നടന്ന ചടങ്ങിലാണ് മുസ്ലിം ലീഗ് MLA AM ഷാജഹാനും VCK MLA ബണ്ണി അരശും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഇരുവർക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദളിത് MLA കൂടിയായ ബണ്ണി അരശിന് സാമൂഹിക നീതി വകുപ്പും ഷാജഹാൻ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുമാണ് നൽകിയിട്ടുള്ളത്. ഇതോടെ വിജയ് സർക്കാരിൽ ആകെ 35 മന്ത്രിമാരായി. ഇതിൽ തന്നെ 4 വനിതകളെയും ദളിത് വിഭാഗത്തിൽ നിന്നുള്ള 8 പേരെയും മന്ത്രിസഭയിലെടുത്ത് വിജയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ചരിത്രം സൃഷ്ടിച്ചു. എന്നാൽ DMK സഖ്യത്തിൽ നിലകൊള്ളുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന ലീഗും VCKയും വിജയ് സർക്കാരിന്റെ ഭാഗമായതോടെ ഇരു പാർട്ടികൾക്കുമെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി DMK നേതാക്കൾ രംഗത്തെത്തി. അയൽവക്കത്തേക്ക് ചാഞ്ഞ തെങ്ങെന്നായിരുന്നു DMK MP A രാജയുടെ പരിഹാസം. ഇതോടെ രാജയുടെ പ്രസ്താവനയോട് ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ച് VCKയും TVKയും രംഗത്തെത്തി. മറ്റു പാർട്ടികളുടെ കാരുണ്യം കൊണ്ടല്ല തങ്ങൾ വളർന്നതെന്നും കൂറുമാറ്റത്തെക്കുറിച്ച് സംസാരിക്കാൻ DMKക്ക് എങ്ങനെ സാധിക്കുന്നുവെന്നും VCK ഔദ്യോഗിക എക്സ് ഹാൻഡിലിൽ എഴുതി. ആരോപണ പ്രത്യാരോപണങ്ങൾ കടുത്തതോടെ ലീഗിനെയും VCKയും വിമർശിക്കേണ്ടതില്ലെന്ന് മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നേതാക്കൾക്ക് നിർദ്ദേശം നൽകി. RDX റാപ്പ് ന്യൂസ് മലയാളം. നമുക്ക് മറ്റു ഡാറ്റ പരിശോധിക്കാം. ചരിത്രം തിരുത്തിയ മന്ത്രിസഭയാണ് എന്നത് നമ്മൾ കണക്കാക്കണം. VCKയും ലീഗും മന്ത്രിസഭയിൽ ചേർന്നതോടെ വിജയ് സർക്കാരിൽ 35 മന്ത്രിമാരായി. ഇതിൽ 11 പേരും 40 വയസ്സിന് താഴെയുള്ളവരാണ്. 60 വയസ്സിന് മുകളിലുള്ളവർ 4 പേർ മാത്രമാണ്. 4 വനിതകളെയും 8 ദളിത് വിഭാഗത്തിലുള്ളവരെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത് ചരിത്രത്തിൽ, തമിഴ്നാടിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. 2011 ജയലളിത മന്ത്രിസഭയിൽ 3 വനിതകൾ ഉണ്ടായതാണ് മുൻ റെക്കോർഡ്. സ്ഥാനമൊഴിഞ്ഞ MK സ്റ്റാലിൻ മന്ത്രിസഭയിലെ 4 മന്ത്രിമാരായിരുന്നു ദളിത് പ്രാതിനിധ്യത്തിൽ മുന്നിലുണ്ടായിരുന്നത്. 59 വർഷത്തിനു ശേഷം കോൺഗ്രസ് മന്ത്രിമാർ തമിഴ്നാട്ടിൽ അധികാരത്തിലേറി എന്നതും മറ്റൊരു ചരിത്രമായി. ആരോപണ പ്രത്യാരോപണങ്ങൾ വരുന്നുണ്ട്. അതിങ്ങനെയാണ്. ലീഗും VCKയും മന്ത്രിസഭയിൽ ചേർന്നതിനെ DMK നേതാക്കൾ രൂക്ഷമായാണ് വിമർശിച്ചത്. അയൽവക്കത്തേക്ക് ചാഞ്ഞ തെങ്ങ് എന്നായിരുന്നു ഇരു പാർട്ടികളെയും DMK MP A രാജ പരിഹസിച്ചത്. ഇതിനെ സാഹിത്യത്തിൽ മുട്ടത്തെങ്ങ് എന്ന് വിളിക്കുമെന്നും രാഷ്ട്രീയത്തിൽ എന്ത് വിളിക്കുമെന്നും രാജ ചോദിച്ചു. DMK നേതാവിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ VCK, TVK എന്നിവർ രംഗത്തെത്തി. മറ്റു പാർട്ടികളുടെ കാരുണ്യം കൊണ്ടല്ല തങ്ങൾ വളർന്നത് എന്ന് VCK പറഞ്ഞു. A രാജയുടെ പ്രസ്താവന രാഷ്ട്രീയ മാന്യതയുടെ അതിരുകൾ ലംഘിക്കുന്നതാണ് എന്ന് TVKയും വിമർശിച്ചു. ഇതോടെ ഇരു പാർട്ടികളെയും വിമർശിക്കേണ്ടതില്ല എന്ന് MK സ്റ്റാലിൻ നേതാക്കളോട് അഭ്യർത്ഥിച്ചു. രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കാൻ എല്ലാ പാർട്ടികൾക്കും അവകാശമുണ്ട് എന്ന് സ്റ്റാലിൻ ഓർമ്മിപ്പിച്ചു. വിമതപക്ഷം തിരിച്ചു പോകുമെന്നാണ് മറ്റൊരു ചോദ്യം. മന്ത്രിസഭാ വിപുലീകരണം പൂർത്തിയായതിന് പിന്നാലെ നിലപാട് മയപ്പെടുത്തി AIDMK വിമതപക്ഷം രംഗത്തെത്തി. AIDMKയിൽ ഭിന്നതയില്ലെന്നും EPS തന്നെയാണ് തങ്ങളുടെ നേതാവെന്നും SP വേലുമണി പറഞ്ഞു. ജനവികാരം TVKക്കൊപ്പമായതുകൊണ്ടാണ് അവർക്ക് അനുകൂലമായി വോട്ട് ചെയ്തത്. TVKയെ പിന്തുണച്ചത് മന്ത്രിസഭാ സ്ഥാനങ്ങൾക്ക് വേണ്ടിയല്ല എന്നും SP വേലുമണി വിശദീകരിച്ചു. ഇത്രയുമാണ്. തമിഴ്നാട്ടിൽ നിന്ന് പൊതുവിൽ പോസിറ്റീവായിട്ടാണ് ഇപ്പോൾ ദളിത് മന്ത്രിമാരുടെ എക്സ്ക്ലൂഷൻ. വനിതാ മന്ത്രിമാർ 4 പേര്. 59 വർഷത്തിന് ശേഷം കോൺഗ്രസ്സുകാർ. ഇവിടെ പ്രശ്നം ഉണ്ടാകുമ്പോഴും സ്റ്റാലിന് അതിനോടൊരു പക്വതയാർന്ന സമീപനം സ്വീകരിച്ചു എന്നത് എങ്ങനെ കാണണം? അല്ല, അതായത് സനീഷ്, ഇതിന് ഏറ്റവും ഗംഭീരമായ സംഗതി എന്ന് പറയുന്നത് ചരിത്രത്തിൽ ആദ്യമായി അവിടെ 8 ദളിത് മന്ത്രിമാരുണ്ടായി എന്നുള്ളതാണ്. 20% മേൽ ജനസംഖ്യയിൽ അവിടെ ദളിതരാണ് തമിഴ്നാട്ടിൽ. അപ്പോൾ അങ്ങനെ ഒരു സംസ്ഥാനത്ത് ചരിത്രത്തിലാദ്യമായാണ് 8 പേർ ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ മന്ത്രിമാരാകുന്നത്. അത് വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്. കാരണം അതിന് ഇത്രയും കാലം കഴിയേണ്ടത്. അതായത് DMK, AIDMK എന്നീ 2 പാർട്ടികൾ ദ്രാവിഡ പാർട്ടികളാണ്. അവർ അവരുടെ പ്രത്യയശാസ്ത്രപരമായി നോക്കിയാൽ ഇതിനു മുമ്പേ തന്നെ ആ പ്രാതിനിധ്യം അനുവദിക്കേണ്ടവരാണ്, അല്ലെങ്കിൽ അവർ ആ പ്രാതിനിധ്യം ഉൾപ്പെടുത്തി മുന്നോട്ട് പോകേണ്ടവരാണ്. പക്ഷേ അതുണ്ടായില്ല. അത് ഈ TVK എന്നുള്ള രാഷ്ട്രീയ പാർട്ടി വേണ്ടി വന്നു, വിജയുടെ രാഷ്ട്രീയ പാർട്ടി വേണ്ടി വന്നു. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവാൻ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ 59 വർഷത്തിന് ശേഷമാണ് അവിടെ കോൺഗ്രസ്സിന്
സർക്കാരിൽ ഒരു പങ്കാളിത്തം ലഭിക്കുന്നത് എന്നുള്ളതാണ്. അതായത് എന്താണ് കഴിഞ്ഞ 60 വർഷമായി തമിഴ്നാട്ടിൽ ഈ ദ്രാവിഡ പാർട്ടികൾക്ക് ജനാധിപത്യത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ മുന്നണി രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം അവരെല്ലാ കാലത്തും ആളുകളെ ഒപ്പം നിർത്തി മത്സരത്തിൽ ജയിക്കും, പക്ഷേ അവർക്ക് വകുപ്പുകൾ കൊടുക്കുകയോ മന്ത്രിമാരെ കൊടുക്കുകയോ ചെയ്തിരുന്നില്ല. അങ്ങനെ ആദ്യമായി ഇവിടെ ഒരു മുന്നണി മന്ത്രിസഭ എന്നത് എന്താണ് എന്നുള്ളത് തമിഴ്നാട് ഇപ്പോൾ ആദ്യമായി പഠിക്കുകയാണ്. കേരളത്തിൽ നിന്ന് എപ്പോഴേ പഠിക്കേണ്ട ഒരു സംഗതിയാണ്, അതിപ്പോൾ തമിഴ്നാട് പഠിക്കുന്നു എന്നുള്ളത് ഈ സർക്കാരിൻ്റെ കാലത്താണ് എന്നുള്ളതൊരു പ്രത്യേകതയാണ്. ഒന്ന്, ഏതെങ്കിലും ഒരു കാലത്ത് DMK വന്നാൽ വലിയ മാൻഡേറ്റ് DMKക്ക് കിട്ടും, ADMK വന്നാൽ വലിയ മാൻഡേറ്റ് ADMKക്ക് കിട്ടും. ഇങ്ങനെയാണ് അവിടെ കഴിഞ്ഞ 10-60 വർഷമായി കാര്യങ്ങൾ ഓടിക്കൊണ്ടിരുന്നത് എന്നതിൻ്റെ ഒരു പ്രശ്നമായിരുന്നത്. ആ പ്രശ്നത്തിന് തൽക്കാലം ഒരു മാറ്റം ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ VCK വിടുതலை ചിരുത്തൈകൾ കക്ഷി അവിടെ കൃത്യമായി ഈ ദളിത് വിഷയങ്ങളെല്ലാം കൃത്യമായി ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. തിരുമാവളവൻ അതിൻ്റെ നേതാവ് വളരെ അവിടുത്തെ ഇപ്പോഴുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങളിൽ ഏറ്റവും ഒരു പ്രത്യയശാസ്ത്ര ദൃഢതയുള്ള നേതാവ് എന്ന് സംശയമില്ലാതെ ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് 30 വർഷത്തെ സ്വപ്നം ഇതാ പണിയുന്നു, ഭരണത്തിൽ പങ്കാളിത്തം എന്നുള്ളത്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ അതും വളരെ പോസിറ്റീവായ ഒരു സംഗതിയാണ്. ഈ ആദവ് അർജുൻ ഇപ്പോൾ TVKയുടെ പ്രധാന മുഖമായി നിൽക്കുന്ന, വിജയ്ക്ക് ശേഷം പ്രധാന മുഖമായി അല്ലെങ്കിൽ ചെങ്കോട്ടയ്യനൊപ്പം നിൽക്കുന്ന ഒരാൾ ആണല്ലോ ആദവ് അർജുൻ. ആദവ് അർജുൻ നേരത്തെ VCKയിലായിരുന്നു എന്നുള്ളത് കൂടി ഇതിനൊരു വളരെ എളുപ്പത്തിലുള്ള ഒരു നീക്കത്തിന് കാരണമായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറൊരു കാര്യം, മുസ്ലിം ലീഗിന് ഇന്ത്യയിൽ 2 സംസ്ഥാനത്ത് ഭരണത്തിൽ പങ്കാളിത്തം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൂടി വളരെ പോസിറ്റീവായി തന്നെ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു മുന്നണി എന്നുള്ള നിലയ്ക്ക് അത് കെട്ടുറപ്പോടെ അത് മുന്നോട്ട് പോകുന്ന ഒരു ലക്ഷണം കാണിച്ചു തുടങ്ങിയിരിക്കുന്നു. 100 ദിവസത്തെ കർമ്മപരിപാടികളൊക്കെ വിജയ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു പക്ഷേ ഇനി കൂടുതൽ അതിനെക്കുറിച്ച് വിലയിരുത്താമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിനിടയ്ക്ക് നടക്കാൻ സാധ്യതയുള്ള ഒരു രാഷ്ട്രീയ സാധ്യത ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നുണ്ട്. അത് വേറൊന്നുമല്ല, അത് ഒരുപക്ഷെ DMK BJP ചർച്ചകളിലേക്ക് കാര്യങ്ങൾ ഇനി ഒരുപക്ഷെ കടന്നേക്കുമോ, അല്ലെങ്കിൽ BJP അതിനുള്ള സാധ്യതകൾ ആരായുമോ, അതിനുവേണ്ട നടപടികളിലേക്ക് കടക്കുമോ? കാരണം പ്രതിപക്ഷത്താണിപ്പോൾ DMK ഉള്ളത്. ഭരണത്തിൻ്റെ ആനുകൂല്യം വെച്ചുകൊണ്ട് അവർക്ക് വലിയ കേന്ദ്ര ഇടപെടലുകളെ ചെറുക്കാനൊക്കെ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അവരെ ചർച്ചകളിലേക്ക് എത്തിക്കാൻ തക്കവണ്ണമുള്ള എന്തെങ്കിലും നീക്കം BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ, കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നുള്ള ചർച്ചകൾ ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതിനിടയ്ക്ക് അഴഗിരിയുടെ അതായത് സ്റ്റാലിൻ്റെ ചേട്ടൻ ഉണ്ടല്ലോ, പഴയ DMK നേതാവും കേന്ദ്രമന്ത്രിയുമൊക്കെ ആയിരുന്ന കരുണാനിധിയുടെ മകൻ അഴഗിരിയുടെ മകൾ വിജയിയെ പോയി കഴിഞ്ഞ ദിവസം കണ്ടിട്ടുമുണ്ട് എന്നുള്ളതാണ് അവിടെ നടക്കുന്ന രാഷ്ട്രീയ സംഭവങ്ങൾ. അതുകൊണ്ട് കൗതുകകരമാണ് തമിഴ്നാട് രാഷ്ട്രീയം. കാത്തിരുന്ന് കാണാൻ എന്താ സംഭവിക്കുന്നത്. അധികാരത്തിലേറിയത് മുതൽ തമിഴ്നാട് രാഷ്ട്രീയ സാഹചര്യങ്ങളെ കീഴ്മേൽ മറിച്ചുകൊണ്ടാണ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ മുന്നേറുന്നത്. ഇതിലേറ്റവും പ്രധാനം TVKക്ക് പുറത്തുനിന്ന് മാത്രം പിന്തുണ നൽകുമെന്ന് പറഞ്ഞ പാർട്ടികളുടെ സർക്കാരിലേക്കുള്ള കടന്നുവരവാണ്. കഴിഞ്ഞ 8 വർഷമായി DMK നയിച്ച പുരോഗമന ജനാധിപത്യ സഖ്യം പൊളിച്ചാണ് TVK സഖ്യ സർക്കാരിൻ്റെ ഭരണം എന്നതാണ് കൗതുകം. ഇന്നലെയും ഇന്നും നാളെയും DMK സഖ്യം വിടാൻ ഇല്ലെന്നായിരുന്നു TVKക്ക് പിന്തുണ നൽകുന്ന ഘട്ടത്തിലും ലീഗിൻ്റെ നിലപാട്. സ്റ്റാലിനൊപ്പം തുടരും എന്ന സൂചനയാണ് VCK അധ്യക്ഷൻ തിരുമാവളവനും നൽകിയിരുന്നത്. എന്നാൽ 2 കക്ഷികളെയും വിശ്വാസത്തിലെടുക്കാൻ TVKക്ക് സാധിച്ചിരിക്കുന്നു. ഇപ്പോൾ വിഷയത്തിൽ പല DMK നേതാക്കളും ലീഗിനെയും VCKയും അതിരൂക്ഷമായി വിമർശിച്ചപ്പോൾ തൻ്റെ നേതാക്കളെ പോലും തള്ളിക്കൊണ്ട് MK സ്റ്റാലിൻ വീണ്ടും വ്യത്യസ്തനാവുകയാണ്. സർക്കാർ രൂപീകരണ ഘട്ടം മുതൽ സ്വീകരിച്ചു പോരുന്ന പക്വതയാർന്ന സമീപനം തന്നെയാണ് ഈ വിഷയത്തിലും സ്റ്റാലിൻ എടുത്തിട്ടുള്ളത് എന്ന് പറയാതെ വയ്യ. മന്ത്രിസഭയിൽ ചേരില്ല എന്ന മുൻനിലപാടിൽ ഉറച്ചു നിന്ന ഇടതു പാർട്ടികളുടെ സമീപനവും അഭിനന്ദനാർഹമാണ്. അതേസമയം മന്ത്രിസ്ഥാനം ലഭിക്കാതെ വന്നതോടെ വിമതപക്ഷ നേതാക്കൾ AIADMKയിലേക്ക് തന്നെ തിരികെ പോകുമോ എന്നതും വരും ദിവസങ്ങളിൽ കണ്ടറിയണം.